ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. ഞാൻ അസുരാചാര്യനായ ഭാർഗവനെ, ശുക്രനെ, ഭൃഗോഹോ അപത്യം പുമാൻ ഭാർഗവ, ഭൃഗുപുത്രനായ ഭാർഗവനെ, ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. നവഗ്രഹ സ്തോത്രത്തിൽ ശുക്രൻ്റെ പ്രാർത്ഥനാ ശ്ലോകമാകുന്നു ഇത്. ശുക്രൻ അസുരാചാര്യനാണ്. എല്ലാ ശാസ്ത്രത്തിലും കലകളിലും വളരെയധികം നിപുണനാണ്. ഭൗതിക സുഖത്തിൻ്റെ പൂർണ്ണതയാണ് അസുരാചാര്യനായ ശുക്രനിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. ശുക്രനെ കൊണ്ടാണ് അബലാഭോഗയാനാനി ശുക്ര, സ്ത്രീ, സുഖഭോഗങ്ങൾ, വാഹനങ്ങൾ, ഇതൊക്കെ ചിന്തിക്കുന്നത്. എന്താണോ ഭൗതിക സുഖത്തിന് ഉചിതമായിട്ടുള്ളത്, ഇതിൻ്റെയൊക്കെ കാരകനാകുന്നു ശുക്രൻ. ശുക്രൻ ഉണ്ടാക്കുന്ന വലിയൊരു യോഗമാണ് മാളവ്യ മഹായോഗം. ശുക്രൻ കേന്ദ്രസ്ഥനായി, കേന്ദ്രമെന്നാൽ ലഗ്നം, 1-ാം ഭാവം, 4, 7, 10 ഈ ഭാവങ്ങളിലായി സ്വന്തം ക്ഷേത്രത്തിലോ ഉച്ചക്ഷേത്രത്തിലോ നിൽക്കുകയാണെങ്കിൽ അതിനാണ് മാളവ്യ മഹായോഗം എന്ന് പറയുക. ശുക്രൻ്റെ ഉച്ചക്ഷേത്രം മീനമാണ്. സ്വക്ഷേത്രങ്ങൾ തുലാം മൂലക്ഷേത്രമാണ്, അപ്രകാരം തന്നെ ഇടവവും. ശുക്രൻ്റെ നീചക്ഷേത്രമാണ് കന്നി. കന്നിയിൽ ശുക്രൻ വളരെ ദുർബലമാണ്. പലപ്പോഴും അത്യന്തം നീചമായ കർമ്മങ്ങൾ ചെയ്തും കാശുണ്ടാക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട്. ശുക്രനും ചൊവ്വയുമൊക്കെ ഒന്നിച്ച് കന്നിരാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളെ വെച്ച് വ്യഭിചാരശാലകളൊക്കെ നടത്തി കാശുണ്ടാക്കുന്നവരെ നമുക്ക് കാണാം. അതേ ശുക്രൻ ഉച്ചസ്ഥനാണെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ നമ്മുടെ സൂര്യ കൃഷ്ണമൂർത്തി സാറെ പോലുള്ള ആളുകൾ സൂര്യ കലോത്സവം, വലിയ വലിയ ഡാൻസേഴ്സൊക്കെ വെച്ച് വലിയ രീതിയിൽ, അത് മറ്റൊരു തലത്തിലാണ്. അവിടെ ശുക്രൻ ആ തൗര്യത്രികത്തിൻ്റെ ധർമ്മം നിർവഹിക്കും. ആദ്യം പറഞ്ഞ സ്ഥലത്തോ ശുക്രൻ യഥാർത്ഥത്തിൽ വ്യാപാരമാണ്. സ്ത്രീകളെ വ്യഭിചരിച്ച് വിറ്റ് കാശുണ്ടാക്കുന്ന ധർമ്മം ശുക്രൻ ചെയ്യും. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുക്രൻ്റെ രാശിചാരത്തെക്കുറിച്ചാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ശുക്രൻ മകരൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 2026 ജനുവരി 12-ാം തീയതി, അതായത് 1201 ധനുമാസം 28-ാം തീയതി മുതൽ കേവലം 24 ദിനങ്ങൾ മാത്രമാണ് ശുക്രൻ മകരരാശിയിൽ നിൽക്കുന്നത്. അതിൽ കുറേ ദിവസം ശുക്രൻ്റെ മൗഢ്യവുമുണ്ട്. കാരണം ശുക്രൻ സൂര്യനോടുകൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ ആ മൗഢ്യത്തിന് പ്രസക്തിയില്ല. ഇവിടെ ശുക്രൻ സൂര്യനിൽ നിന്ന് മാറി അങ്ങോട്ട് നിൽക്കുകയാണ്. പക്ഷേ സൂര്യനും മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് 14-ാം തീയതി മുതൽ. 14-ാം തീയതി മുതൽ ഒരേ രാശിയിൽ വരും. അപ്പോൾ ആ മൗഢ്യത്തിൻ്റെ പ്രസക്തി കുറയും. അതിനാൽ 14-ാം തീയതി ഉച്ചയ്ക്ക് 2:15 മുതലുള്ള സമയം സൂര്യൻ മകരത്തിലേക്ക് സംക്രമിക്കുകയാണ്, ഉത്തരായനം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ 2 ദിവസത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. 2 രാശിയിൽ നിൽക്കുന്ന മൗഢ്യമുള്ള ഗ്രഹം ദുർബലത പ്രകടിപ്പിക്കും. മൗഢ്യംഗതാസ്തേ വിബലാഹ, മൗഢ്യമുള്ള ഗ്രഹത്തിന് ഫലം വളരെ കുറയും. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുക്രൻ്റെ ഈ രാശിചാരത്തിലുള്ള സ്വഭാവങ്ങൾ എപ്രകാരം ഒരു വ്യക്തിക്ക് ശുഭാശുഭ യോഗങ്ങളെ, ശുഭാനുകൂല്യങ്ങളെ അഥവാ പ്രാതികൂല്യങ്ങൾ എപ്രകാരം സംഭവിക്കും, എപ്രകാരം ശുക്രൻ ചെയ്യുമെന്നാണ് നാം ചിന്തിക്കുന്നത്. തുലാൻ രാശിക്കാർക്ക് നിങ്ങൾ മനസ്സിലാക്കണം, ശുക്രൻ നിൽക്കുന്നത് 4-ാം ഭാവത്തിലാണ്. 4-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ആ ശുക്രൻ ദിഗ്ബലവാനാണ്. ഗ്രഹങ്ങൾക്ക് ദിഗ്ബലം വളരെ നിർബന്ധമാണ്. വ്യാഴത്തിനും ശുക്രനും ദിഗ്ബലമാണ് 4-ാം ഭാവത്തിൽ. അതിനാൽ ഈ 4-ൽ നിൽക്കുന്ന ശുക്രൻ നല്ല യോഗത്തെ പ്രദാനം ചെയ്യും. ഇത്രയും നാൾ ആ ശുക്രൻ നിന്ന് 3-ാം ഭാവത്തിലാണ്. മനസ്സിന് അസ്വസ്ഥത, പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പൂർണ്ണത വരാതിരിക്കുക, സന്താന വിഷയത്തിലുള്ള ക്ലേശങ്ങളൊക്കെ വരിക. ഇവിടെ 4-ൽ ശുക്രൻ വരുമ്പോൾ ലഗ്നാധിപനാണ് 4-ൽ നിൽക്കുന്നത്. അതിനാൽ ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ ശ്രേയസ്സും ഉണ്ടാകും. മെറ്റീരിയലിസ്റ്റ് ആകും. ഭൂമി വാങ്ങാം, വീട് വാങ്ങാം, വീട്ടിൽ കൂടുതൽ നടത്താം. പലപ്പോഴും പൂർവികമായ സ്വത്ത് വേണ്ട എന്ന് വിചാരിക്കുമ്പോൾ വിൽക്കാൻ പറ്റും. ഇവിടെ ആധാരവുമായി, ഡോക്യുമെൻറ്റ്സുമായി ബന്ധപ്പെടുന്ന തർക്കങ്ങൾ കഴിയും. അതിനാൽ തനിക്ക് മാനസികമായ ഉല്ലാസം തരും. 4-ാം ഭാവം ഒരാളുടെ കംഫർട്ടബിളായ സോണാണ്. അതിനാൽ വളരെയധികം സ്വസ്ഥത, സുഖം ഫാമിലി ലൈഫിൽ ലഭിക്കും. നല്ല സുഹൃത്തുക്കൾ ലഭിക്കും, നല്ല ഗേൾ ഫ്രണ്ട്സ് ലഭിക്കും, പെൺകുട്ടികൾ നല്ല ബോയ് ഫ്രണ്ട്സിന് ലഭിക്കും. ഇങ്ങനെ ധാരാളം നല്ല നന്മകൾ പ്രദാനം ചെയ്യപ്പെടും ഈ ശുക്രനാൽ എന്നറിയുക. മഹിത്വതികസ്യ തുല്യ സൂര്യ ജനയ്ക്കും നിജശ്ചാപരുഷ്ടതുഷ്ടൈ, അങ്ങേറ്റം മഹിത്വം, പ്രാധാന്യം തനിക്ക് വരും. ജനങ്ങൾ വിരോധം ഉണ്ടാക്കിയാലോ സന്തോഷിച്ചാലോ തനിക്കൊരു ബുദ്ധിമുട്ടുമില്ല.
തൻ്റെ കാര്യങ്ങൾ നന്നായി ഭവിക്കും. കിയൽ പോഷേസ് ജന്മത സ്വം ജനന്യ, അമ്മയുടെ സ്വത്ത് വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂർവികമായ സ്വത്ത് ലഭിക്കുക, കാശ് കൊടുത്ത് വാങ്ങുക, ഇതിനുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ മധ്യസ്ഥത വഹിക്കുക. ഏറ്റവും നല്ല സമയമാണ് 24 ദിവസം. അധീന അർപ്പിത ഉപായനേരവ പൂർണ്ണ. പലപ്പോഴും വലിയ വലിയ ആളുകൾക്ക് തങ്ങളുടെ അധീനതയിലുള്ള ആളുകൾ ധാരാളം സമ്മാനങ്ങൾ നൽകും. അത് തനിക്ക് വളരെ ഗുണമായിട്ട് വരും. സമ്മാനങ്ങളാൽ താൻ ആദരിക്കപ്പെടുന്ന സമയമാണ്. പലർക്കും താൻ എഴുതിയ കൃതികൾക്കും അല്ലെങ്കിൽ ലേഖനങ്ങൾക്കും അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടികൾക്കും അംഗീകാരം ലഭിച്ച് തനിക്ക് രാജഹസ്തേന കങ്കണം, രാജാവിൻ്റെ അടുത്ത് നിന്നും കങ്കണം, വളയും പട്ടും ലഭിക്കുന്ന സമയമാണെന്നറിയുക. ഏതായാലും വളരെ അനുകൂലമായ സമയമാണ്. എല്ലാ വിഷയങ്ങളും, പുതിയ വാഹനങ്ങൾ, പഴയ വാഹനങ്ങൾ ഒഴിവാക്കി പുതിയ വാഹനങ്ങൾ വാങ്ങാം. അപ്രകാരം കച്ചവടം, വ്യാപാരം ചെയ്യുന്നവർക്ക് തങ്ങളുടെ അടുത്തുള്ള ഷോറൂം തനിക്ക് ലഭിക്കുക, അല്ലെങ്കിൽ അടുത്ത മുറി ലഭിക്കുക. അങ്ങനെ ഇപ്രകാരമൊക്കെ തന്നെ വളരെ നല്ലതാണ്. ഏതായാലും വിവാഹവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ സജീവമായാൽ വളരെ അനുകൂലമായി ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന 24 ദിനങ്ങളാണെന്ന് അറിയുക. നന്ദി, നമസ്തേ.